ഹായ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് വർക്ക് പവർ എനർജി എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, വർക്ക് പവർ എനർജി. നമുക്ക് ആദ്യം വർക്ക് എന്താണ്? വർക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രവൃത്തി എന്ന് പറയുന്ന സംഭവമാണ് വർക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രവൃത്തി ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിൽ ഒരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ നോർമലി ഇത് നമ്മളൊരു വസ്തുവാണെങ്കിൽ ഈ വസ്തുവിന്റെ മേൽ നമ്മളൊരു പ്രവൃത്തി ചെയ്തു എന്ന് പറയണമെങ്കിൽ ഇതിന് എന്തെങ്കിലും അവസ്ഥയിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. അതായത് ഇവിടെ ഇരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് കൊടുക്കും, എന്നാൽ മാത്രമാണ് ആ വസ്തുവിന് അവിടെ എന്തെങ്കിലും ചലനം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സംഭവിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ വസ്തു ഇവിടെ നിന്ന് എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു വസ്തുവിൽ നമ്മൾ അതിന് മേലെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വസ്തു എന്ത് ചെയ്തു? ഇത്ര ഡിസ്റ്റൻസ് മാറി അപ്പുറത്തേക്ക് മാറി. അപ്പൊ ഈ വസ്തുവിൽ സംഭവിച്ച ഈ മാറ്റം ഇതിനെയാണ് നമ്മൾ ഇവിടെ വർക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അതായത് നമ്മളൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ ഒരു വസ്തു ഇത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ നമ്മൾ വർക്ക് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ യൂണിറ്റ് വേണ്ടത്. നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, വർക്കിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യം കൂടി പറയാം, ജൂൾ. അപ്പൊ വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്ററിൽ നമുക്ക് പറയാം, ജൂളിൽ നമുക്ക് പറയാം. ഇത് നമ്മുടെ SI യൂണിറ്റ് ആണ്. സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ പ്രകാരമുള്ള SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റൊരർത്ഥത്തിലും ഇത് യൂണിറ്റുകൾ ഉണ്ടാവും. കാരണം നമുക്ക് SI യൂണിറ്റ് മാത്രമല്ല, CGS യൂണിറ്റ് ഉണ്ട്, MKS യൂണിറ്റ് ഉണ്ട്, FPS യൂണിറ്റുകൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് CGS യൂണിറ്റ്, വർക്കിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് എർഗാണ്. അപ്പൊ എങ്ങനെയാണ് എർഗ് വന്നത് നോക്കാം. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന യൂണിറ്റ് SI സിസ്റ്റം പ്രകാരം ന്യൂട്ടണിലായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡെയിൻസിലാണ്. അപ്പൊ ഇവിടെ നമ്മളെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞ ഡെയിൻ ആണ്, ഡിസ്റ്റൻസ് സെയിം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ CGS യൂണിറ്റ് ആണ്. CGS യൂണിറ്റിൽ ഫോഴ്സിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഡെയിൻ ആണ്. ഡിസ്റ്റൻസ് നമുക്കറിയാം, CGS എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ കൊടുക്കുക സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഡെയിൻ ഇൻറ്റു 1 സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് 1 എർഗ് എന്ന് പറയുന്നത്. എർഗ് ആണ് നമ്മുടെ വർക്കിന്റെ CGS യൂണിറ്റ്. CGS യൂണിറ്റ്. ഇനി ഒരു ഡെയിൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാനുള്ളത് ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡെയിൻസ് ആണ് നോക്കുക. ഒരു ന്യൂട്ടൺ എന്ന് പറയുകയാണെങ്കിൽ 10⁵ ഡെയിൻസ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡെയിൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വർക്ക് ഓക്കെ ആണല്ലോ. ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പറയാം അതാണ് നമ്മൾ ചെയ്ത വർക്ക്. അതായത് വർക്ക് done by unit time. Work done by unit time. ഇതിനോട് നമ്മൾ ജസ്റ്റ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ നോക്കാനുള്ളത് ഇതിന്റെ യൂണിറ്റ് ആണ്.
ഓക്കെ. പവറിന്റെ യൂണിറ്റ് എല്ലാവരും പറയാം. കോമൺ ആയിട്ടുള്ള സിഗ്നൽ യൂണിറ്റ്സ് ഓഫ് പവർ എന്ന് പറയുന്ന സാധനം വാട്ട്സ്. യൂണിറ്റ്സ് ഓഫ് പവർ എന്ന് പറയുന്നത് വാട്ട്സ്. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ വർക്ക് ഡൺ, അതായത് വർക്കിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂൾ. എസ് ഐ യൂണിറ്റിൽ നമുക്ക് ജൂൾ എന്ന് പറയുന്നത്. ടൈം എന്ന് പറയുന്നത് സെക്കൻഡ്. ഈ ജൂൾ പെർ സെക്കൻഡ് തന്നെയാണ് നമ്മൾ വിളിക്കുക വാട്ട്സ്. ഓക്കെ. യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ആണ്, ജൂൾ പെർ സെക്കൻഡ് ആണ്. അതിനൊക്കെ നമ്മൾ വിളിക്കുന്നത് വാട്ട്സ്. ഓക്കെ. ചെറിയ അളവിലാണ് നമ്മൾ എസ് ഐ യൂണിറ്റ് ആയ വാട്ട്സ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇതല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് HP അല്ലെങ്കിൽ ഹോഴ്സ് പവർ. നമുക്കറിയാം നമ്മുടെ വണ്ടികളുടെ, മോട്ടോറിന്റെ, അതേപോലെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ വസ്തുക്കൾക്കും നമ്മൾ നോർമലി പറയുന്ന അതിന്റെ പവർ റേറ്റിംഗ് പറയുന്നതെല്ലാം ഹോഴ്സ് പവറിലെ. അപ്പൊ എന്താണ് ഹോഴ്സ് പവർ നമുക്ക് നോക്കണ്ടേ? ഹോഴ്സ് പവർ നമ്മൾ വിളിക്കുക HP എന്നാണ്. HP എന്ന് പറയുന്നത് ഹോഴ്സ് പവർ എന്ന് പറയുന്ന സംഭവം. ഇനി എന്താണ് ഹോഴ്സ് പവർ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. വലിയ അളവുകളാണ് നമ്മൾ സാധാരണ രീതിയിൽ ഹോഴ്സ് പവറിൽ പറയുന്നത്. ഇനി ഹോഴ്സ് പവർ വാട്ട്സും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് നോക്കാം. ഹോഴ്സ് പവറും വാട്ട്സും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഹോഴ്സ് പവർ ആയിരിക്കോ വാട്ട്സ് ആയിരിക്കോ വലിയ യൂണിറ്റ് എന്ന് പറയാം? സ്വാഭാവികമായിട്ട് നമുക്കറിയാം വാഹനങ്ങളുടെ അല്ലെങ്കിൽ മോട്ടോറിന്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വസ്തുക്കൾക്കും നമ്മൾ പറയാറ് സാധാരണ വാട്ട്സിലല്ല, ഹോഴ്സ് പവറിലാണ്. അങ്ങനെയാണെങ്കിൽ ഹോഴ്സ് പവർ ആയിരിക്കുമല്ലോ വലിയ യൂണിറ്റ്. അപ്പൊ ഹോഴ്സ് പവറിനെ നമ്മൾ രണ്ട് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെട്രിക് ഹോഴ്സ് പവർ എന്നും ഒന്ന് ബ്രിട്ടീഷ് ഹോഴ്സ് പവർ. രണ്ടിനും രണ്ട് വാല്യൂസ് ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള വ്യത്യാസമാണ് വരുന്നത്. ഇതിന്റെ മെട്രിക് അളവിൽ 735.5 വാട്ട്സ് ആണ് ഒരു HP എന്ന് പറയുന്നത്. മെട്രിക് അളവിൽ 735.5 വാട്ട്സിനെയാണ് നമ്മൾ ഒരു HP എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ പറഞ്ഞ പ്രകാരം ഒരു ബ്രിട്ടീഷ് യൂണിറ്റ് വരുന്നുണ്ട്. ഒരു HP എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. 746 വാട്ട്സ് ആണ്. നമ്മൾ സാധാരണ മോട്ടോർ അതുപോലുള്ള സാധനങ്ങളുടെ എല്ലാം ഇലക്ട്രിക്കലായിട്ട് നമ്മൾ എക്യുപ്മെന്റ്സിന്റെ പവർ പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പ്രകാരമാണ് പറയാറ്. അതിലൊരു HP എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. നമ്മൾ സാധാരണ വാഹനങ്ങളിലെല്ലാം ഈ ബ്രിട്ടീഷ് അല്ലാത്ത മെട്രിക് അളവിൽ പറയുന്നത് 735.5 വാട്ട്സ്. ഇപ്പൊ രണ്ട് രീതിയിലാണ് HP ഉള്ളത്. മെട്രിക്, രണ്ടാമത് ബ്രിട്ടീഷ്. ഓക്കെ. മെട്രിക് അളവിൽ 735.5 വാട്ട്സ്, ബ്രിട്ടീഷ് അളവിൽ 746 വാട്ട്സ്. ഈ എന്താണ് ഈ ഹോഴ്സ് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം വാട്ട്സിന്റെ വലിയ യൂണിറ്റ് ആണ്. ഓക്കെ. അതായത് ഒരു കുതിരയ്ക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രവൃത്തി, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ഹോഴ്സിന് ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ വർക്കിനെയാണ് നമ്മൾ ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഓക്കെ. അതാണ് നമ്മൾ ഹോഴ്സ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇതല്ലാത്ത രീതിയിൽ നമുക്ക് പറയാം 75 കിലോഗ്രാമിന് 75 കിലോഗ്രാമിന് ഒരു മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഉയർത്താൻ ആവശ്യമായ ആ ശക്തിയെയാണ് നമ്മൾ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അതായത് 75 കിലോഗ്രാം വെയിറ്റിനെ ഒരു മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഉയർത്താൻ ആവശ്യമായ ആ ശക്തിക്ക് നമ്മൾ പറയുന്നത് ഒരു ഹോഴ്സ് പവർ. ഓക്കെ. അതാണ് ശരിക്കും നമ്മൾ ഹോഴ്സ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 75 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഹോഴ്സ് പവറിന്റെ കുറച്ച് ടൈപ്പുകളെ കുറിച്ച് നോക്കാം. ഹോഴ്സ് പവറിന്റെ കുറച്ച് ടൈപ്പുകൾ നമ്മളിപ്പോ പറഞ്ഞ പ്രകാരം 75 കിലോഗ്രാം ഒരു മീറ്റർ
ഒരു സെക്കൻഡ് കൊണ്ട് ഉയർത്താൻ ആവശ്യമായ ശക്തിയാണ് നമ്മൾ ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ടൈപ്സ് ഓഫ് ഹോഴ്സ് പവർ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നമുക്കറിയാം എല്ലാ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവങ്ങളിലും ഹോഴ്സ് പവർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ ശക്തിയാണ് നമുക്ക് പുറത്തേക്ക് കിട്ടുക. ഇനി ഹോഴ്സ് പവർ തരംതിരിച്ചിരിക്കുന്നത് ഓക്കെ, ഹോഴ്സ് പവറിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ഇതിനെ നമ്മൾ IHP എന്ന് പറയും. ബ്രേക്ക് ഹോഴ്സ് പവർ ഇതിനെ നമ്മൾ BHP എന്ന് പറയും. ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ ഇതിനെ നമ്മൾ FHP എന്ന് പറയും. ഓക്കെ, അപ്പോ ആദ്യം പറഞ്ഞ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ വസ്തുക്കളിലെയും അതിന്റെ ഇൻസൈഡ് ആയിട്ടായിരിക്കും പവർ പ്രൊഡ്യൂസ് ചെയ്യും. എഞ്ചിൻ ആണെങ്കിലും ഒരു മോട്ടോർ ആണെങ്കിലും അതിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന എനർജിക്ക് അനുസരിച്ചായിരിക്കും അവിടെ ഉണ്ടാവുന്ന ആ പവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഉണ്ടാക്കുന്ന പവർ തന്നെ കൃത്യമായി നമുക്ക് ഔട്ട്പുട്ട് ആയി കിട്ടണമെന്നില്ല. ഇതിന്റെ ഇടയിൽ കുറച്ച് ലൂസുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഓക്കെ, അപ്പൊ ഉള്ളിൽ എക്സാക്ട്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ. Okay, exactly produced inside an engine or motor is called indicator horsepower. Okay, ഇനി അതിന്റെ ഔട്ട്പുട്ടിൽ ഒരു ഷാഫ്റ്റിന്റെ രീതിയിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ ഉണ്ടാവുക. ആ ഷാഫ്റ്റിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന ഹോഴ്സ് പവർ എന്ന് പറയുന്ന പേരാണ് ബ്രേക്ക് ഹോഴ്സ് പവർ. അതായത് ആക്ച്വലി നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന ബ്രേക്ക് ഹോഴ്സ് പവർ അതിനാണ് നമ്മൾ BHP എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ. ഇവിടെ നമുക്കറിയാം ഒരു ടൈമിൽ ഫ്രിക്ഷണൽ അല്ലെങ്കിൽ ഘർഷണം എന്ന് പറയുന്നത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ അതിന്റെ ഉള്ളിൽ ആക്ച്വലി ഉണ്ടാക്കിയ ഹോഴ്സ് പവർ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത് ബ്രേക്ക് ഹോഴ്സ് പവർ ആണ്. ഓക്കെ, ഉണ്ടാക്കിയ അത്രത്തോളം നമുക്ക് പുറത്തേക്ക് കിട്ടില്ല. അതിന്റെ ഇടയിൽ നമുക്ക് നഷ്ടമാകുന്ന പവർ നമ്മൾ പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ. അല്ലെങ്കിൽ നമുക്ക് പറയാം FHP equal to IHP minus BHP. ഓക്കെ, ഇതിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ട ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ആക്ച്വലി അതിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്തതിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് കിട്ടുന്നതിന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ. ഓക്കെ, വർക്കായി പവറായി. ഇനി നമുക്ക് നോക്കാനുള്ളത് എനർജി. എനർജി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന നമ്മൾ പറയുന്ന പേരാണ് എനർജി. എബിലിറ്റി ടു ഡു എ വർക്ക്. ആ കഴിവിനെ നമ്മൾ പറയുന്ന പേരാണ് എനർജി. ഓക്കെ, എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് ആണ്. എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് ആണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു പോകണം. കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന ഒരു ലോയും കൂടി ഉണ്ട്. ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ട്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റ് നോർ ബി ഡിസ്ട്രോയ്. അതായത് ഒരു എനർജിയെ നിർമ്മിക്കാനും നശിപ്പിക്കാനും നമുക്ക് സാധിക്കും. ഒരു തരത്തിലുള്ള എനർജീനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് മറ്റുള്ള രീതികളിലേക്ക് മാറ്റാൻ വേണ്ടി മാത്രമേ സാധിക്കുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റ് നോർ ബി ഡിസ്ട്രോയ്. പിന്നെ നമുക്ക് എനർജിയുടെ ടൈപ്പുകളെ കുറിച്ച് നോക്കാം. ഇതിൽ ആദ്യത്തെ ടൈപ്പാണ് കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ നമ്മൾ ഗതികോർജം എന്ന് പറയും. കൈനറ്റിക് എനർജി ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന എനർജിക്ക് നമ്മൾ പറയുന്നതാണ് കൈനറ്റിക് എനർജി. ഒരു ബോഡി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ചലനം മൂലം അല്ലെങ്കിൽ നമുക്ക് പറയാം എനർജി possessed by motion of a body. ഒരു ബോഡിയുടെ ചലനം മൂലം ആ ബോഡിക്ക് ഉണ്ടാകുന്ന എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി. അപ്പൊ ആ ബോഡിക്ക് എന്തായാലും ഒരു മാസ് ഉണ്ടാവണം, കൃത്യമായി ഒരു വെലോസിറ്റിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv². ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അതിന്റെ ചലനം മൂലം ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുക. അപ്പൊ ആ ബോഡിക്ക് ഒരു മാസ് ഉണ്ടാവണം, അതിനൊരു വെലോസിറ്റി ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv. 246 വാട്ട്സ് ആണ് ഒരു ബ്രിട്ടീഷ് ഹോഴ്സ് പവർ എന്ന് പറയുകയാണെങ്കിൽ. ഇനി ഹോഴ്സ് പവർ എന്താണെന്ന് പറഞ്ഞു,
75 കിലോഗ്രാം വെയിറ്റിനെ 1 മീറ്റർ ഉയർത്താൻ 1 സെക്കൻഡ് കൊണ്ട് കഴിയണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു ഹോഴ്സ് പവർ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എനർജിയാണ്. എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം വർക്ക് ചെയ്യാനുള്ള കഴിവ്, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ പറയുന്ന പേരാണ് എനർജി. എനർജി രണ്ട് ടൈപ്പിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് അതിന്റെ മോഷൻ മൂലം കിട്ടുന്ന എനർജി നമ്മൾ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി. അല്ലെങ്കിൽ നമുക്ക് പറയാം എനർജി പോസസ്ഡ് ബൈ മോഷൻ ഓഫ് എ ബോഡി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുകയാണെങ്കിൽ ഹൈറ്റിലിരിക്കുന്ന ഒരു വസ്തുവിന് അതിന്റെ ആ ഹൈറ്റ് മൂലം ഉണ്ടാകുന്ന എനർജി നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ ആയിരിക്കും. ഇനി യൂണിറ്റ് എങ്ങനെയായിരിക്കും? ജൂൾസ്. നമ്മൾ പറഞ്ഞ എനർജിയുടെ സെയിം യൂണിറ്റ് തന്നെയായിരിക്കും ജൂൾസ് എന്ന് പറയുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി, അതിനുണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കേണ്ട കാര്യം വെലോസിറ്റിയുടെ വർദ്ധത്തിന് നേരനുപാതത്തിലായിരിക്കും ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതായത് സ്പീഡ് എത്രത്തോളം കൂടുന്നോ അതിന്റെ വർദ്ധത്തിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി കൂടും. അതുകൊണ്ടാണ് സ്പീഡ് കൂടിയ വാഹനങ്ങളെല്ലാം ആക്സിഡന്റ് ആവുന്ന കേസിൽ ഹെവി ഇമ്പാക്ട് കിട്ടുന്നത്. ഓക്കെ, മാസിനും ഡിപ്പെൻഡന്റ് ആണ്, പക്ഷേ വെലോസിറ്റിയുടെ സ്ക്വയറിനാണ് ഇത് ഡിപ്പെൻഡന്റ്. അപ്പൊ എത്രത്തോളം നമ്മൾ സ്പീഡിൽ കൂടുന്നോ അത്രത്തോളം ഇതിയുടെ ഇമ്പാക്ട് കൂടുന്നതാണ് ഈ സാധനം. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജി, അല്ലെങ്കിൽ നമുക്ക് സ്ഥിതികോർജം എന്ന് പറയാം. ഒരു വസ്തുവിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ഹൈറ്റ് വെച്ചിട്ട് ആ വസ്തുവിന് കിട്ടുന്ന എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. അല്ലെങ്കിൽ നമുക്ക് പറയാം എനർജി പോസസ്ഡ് ബൈ ആൻ ഒബ്ജക്ട് ബൈ ഇറ്റ്സ് പൊസിഷൻ. അതിന്റെ പൊസിഷൻ അനുസരിച്ച് അതിന് കിട്ടുന്ന എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. അതായത് നമുക്കറിയാം ഡാമിന്റെ കേസ് നോക്കുക. ഇവിടെ ഡാമാണ് വിചാരിക്കാം. ഇതിന്റെ ബാരിയർ ഇവിടെ മുന്നോട്ട് വെള്ളം ചാടിപ്പോകും. ഇത്രയും ഹൈറ്റിൽ വെള്ളം നമ്മൾ കെട്ടിയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിന്റെ താഴെ ഹെവി പ്രഷറിൽ നമുക്ക് ഒരു ഔട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നത്. സാധാരണ ഇങ്ങനെ ഒരു ബാരിയർ അവിടെ കെട്ടാതെ വെള്ളം കെട്ടി വിടുകയാണെങ്കിൽ നമുക്കറിയാം അതിനെന്തായാലും ഒരു സാധനത്തിനെ ചലിപ്പിക്കാനുള്ള ഫോഴ്സോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് ഇത്രയും ഹൈറ്റിലേക്ക് പോകും. അപ്പൊ ഇത്രയും ഹൈറ്റ് പൊന്തുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ നമ്മൾ വെള്ളം എടുക്കുകയാണെങ്കിൽ അത് അത്രയും ഫോഴ്സിലായിരിക്കും പുറത്തേക്ക് വരിക. ഓക്കെ, നമ്മുടെ വീടിന്റെ കേസിലാണെങ്കിൽ ടാങ്ക് എന്നുള്ള ഏറ്റവും മേലെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം അത്രയും ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളത്തിന് ഫോഴ്സിൽ അല്ലെങ്കിൽ ശക്തിയായിട്ട് താഴേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ആ ഒരു ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് അതിന് കിട്ടുന്ന എനർജിയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh. ഒരു ഹൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ ആ ഹൈറ്റിനെ നമുക്ക് h വിളിക്കാം. ആ പൊക്കത്തിൽ നിൽക്കുന്ന ആ വസ്തുവിന് എന്തായാലും തീർച്ചയായിട്ടും ഒരു മാസ് ഉണ്ടായിരിക്കും. അതാണ് എന്ത് ജി എന്ന് പറഞ്ഞാൽ ഹൈറ്റിലിരിക്കുന്ന ഒരു വസ്തുവിനെ തീർച്ചയായും ഗ്രാവിറ്റി താഴേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഗ്രാവിറ്റി അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ ജി എന്ന് പറയുന്നത്, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്ന ഒരു വസ്തുവിന് താഴേക്ക് വീഴുമ്പോൾ തീർച്ചയായിട്ടും ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ആ എനർജി അല്ലെങ്കിൽ ആ പൊസിഷൻ കൊണ്ട് അതിലുണ്ടാകുന്ന എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പൊ വർക്ക്, പവർ, എനർജി മൂന്ന് കാര്യങ്ങൾ തീർന്നു. ഇതിന്റെ സെയിം യൂണിറ്റ് ജൂൾസ് ആയി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഒന്നുകൂടി പറയാം. വർക്കാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക്
വർക്കാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഫോഴ്സ് ഉപയോഗിച്ച് ഒരു വസ്തുവിന്റെ മേലെ എന്തെങ്കിലും നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ അതൊരു കൃത്യമായ ഡിസ്റ്റൻസ് അപ്പുറത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് പറയാം വർക്ക്. അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ, ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും അതിന്റെ യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ പവർ. ഒരു യൂണിറ്റ് സമയം കൊണ്ട് ചെയ്ത പ്രവൃത്തി നമ്മൾ പറയുന്ന പേരാണ് പവർ. ഓക്കെ, വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. ഓക്കെ, വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് നമുക്കറിയാം, ഇവിടെ നമ്മൾ ജൂളായിരുന്നു, ടൈമിന്റെ സെക്കൻഡ് ജൂൾ പെർ സെക്കൻഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ സെക്കൻഡ് ആണ്. ആ ജൂൾ പെർ സെക്കൻഡ് തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് വാട്ട്സ്. ഓക്കെ, യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് വാട്ട്സ് ആണ്. വാട്ട്സിന്റെ വലിയ അളവാണ്. ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 735.5 വാട്ട്സ് ആണ്. മെട്രിക് അളവിൽ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 246 വാട്ട്സ് ആണ് ഒരു ബ്രിട്ടീഷ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഇനി ഹോഴ്സ് പവർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, 75 കിലോഗ്രാം വെയിറ്റിനെ 1 മീറ്റർ ഉയർത്താൻ 1 സെക്കൻഡ് കൊണ്ട് കഴിയണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒരു ഹോഴ്സ് പവർ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എനർജിയാണ്. എനർജി എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം വർക്ക് ചെയ്യാനുള്ള കഴിവ്, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ പറയുന്ന പേരാണ് എനർജി. എനർജി രണ്ട് ടൈപ്പിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് അതിന്റെ മോഷൻ മൂലം കിട്ടുന്ന എനർജി നമ്മൾ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി. അല്ലെങ്കിൽ നമുക്ക് പറയാം എനർജി പോസസ്ഡ് ബൈ മോഷൻ ഓഫ് എ ബോഡി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുകയാണെങ്കിൽ ഹൈറ്റിലിരിക്കുന്ന ഒരു വസ്തുവിന് അതിന്റെ ആ ഹൈറ്റ് മൂലം ഉണ്ടാകുന്ന എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു ഹാഫ് mv², പൊട്ടൻഷ്യൽ എനർജിയുടെ mgh. ഓക്കെ, താങ്ക് യു.